ഗൈസ് ഞാനല്ല, അത് കുക്കറാണ് ആക്കിയത്. ഗൈസ് ഞായറാഴ്ചയായിട്ട് കുളിച്ചിട്ടൊന്നും നിൽക്കുവല്ല, വീഡിയോ എടുത്തെടുത്ത് മഴയത്ത് നനഞ്ഞ് നിൽക്കുകയാണ്. ആൻഡ് അമ്മയുടെ മൊത്തം അത്ര ചിരിയില്ല, കാരണം മഴയത്ത് വീഡിയോ എടുത്ത് അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നനഞ്ഞതിന് എന്നെ നല്ല പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഞായറാഴ്ചയായിട്ട് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്ന അമ്മ എങ്ങനെയാന്ന് പറയുന്നേ, അത് ബിരിയാണിയാണ്. ഒരു ആഘോഷം ഇട എന്റെ കൂട്ട്. അമ്മയ്ക്ക് എത്ര ആഘോഷമില്ല. ഞാൻ അമൃതയുടെ എടുത്തോടിച്ചല്ല, അവക്കുണ്ട് ആഘോഷം. കാരണം അവക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ അമൃതേ? ബിരിയാണിയാണ് നമ്മളിന്ന്. ബിരിയാണി എന്ന് കേൾക്കുമ്പോ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷമാണ്. നിന്റെ മുടി നനഞ്ഞാക്കും, ഇച്ചിരി ഗ്ലാമർ കൂടി കേട്ടോ. പൊക്കോ, ക്യാമറ കാണണ്ട. നമ്മുടെ കുക്കർ വിസിൽ അടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കനാണ് അതിനകത്ത് ഇരിക്കുന്നത്. പിന്നെ ദേ ഇല്ല, ചൂടില്ല. വെള്ളം വെച്ചിട്ടുണ്ട് അരി ഇടാൻ വേണ്ടിയിട്ട്. വീഡിയോ കുറച്ച് സൂം കുറയ്ക്കാൻ മറന്നുപോയി. പിന്നെ ഇതാണ്ട് അച്ഛൻ സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് എന്താണ്, തക്കാളി, പച്ചമുളക്, അരി എല്ലാം ഉണ്ട്. ഞാൻ സൂം കുറയ്ക്കണം, അതാ ഞാൻ എടുത്തത്. അതുകൊണ്ട് എല്ലാം വളരെ. പിന്നെ കിച്ചൺ കുറച്ച് മെസ്സായിട്ടിരിക്കുക ഗൈസ്, കാരണം ഞങ്ങൾ എല്ലാവരും പണി തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ നമ്മുടെ തുണിയൊക്കെ അകത്ത് കിടക്കുക, അതും കാണാം. അമ്മോ, മഴ കാരണം തുണി ഒന്നും കഴുകാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്. ദാണ്ടെ മല്ലിയില, പുതിനയില, തക്കാളി, സവാള, അത് വേറെ സവാള എല്ലാം അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദേ നമ്മുടെ അരി അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഉപ്പിട്ട് കൊടുത്തു. നമ്മള് കുക്കറി വെക്കുന്നില്ല. ഇല്ല. പിന്നെ ഇതാണ്ട് ചിക്കൻ, കാലെനിക്ക് സ്വന്തം വേവിച്ച് വെച്ചേക്കുക. ഓക്കെ. പിന്നെ ഇതാണ്ടിത് മല്ലിയില, അല്ല പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നു. എന്തെങ്കിലും വെറൈറ്റിനെസ് ഉണ്ടോ അമ്മേ? വലിയ വെറൈറ്റി ഒന്നും ഇല്ല, സാധാ ബിരിയാണി. ഓക്കെ, സാധാ ബിരിയാണിയാണ്. നമ്മൾ സാധാരണ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? സാധാ പോലെ ഉണ്ടാക്കാം. സാധാ. പിന്നെ ബാക്കി ബാക്കി സാധനങ്ങൾ ടപ്പേന്ന് ഇടുകയാണ്. അതെന്തലയാണ്? ബേ ലീഫ്. ഓക്കെ. പെരുംജീരകം. ഇതൊക്കെ 2x ഇട്ടാൻ കൂടി പിടിച്ചോ. ഇളക്കി കൊടുത്തു. ഇത്ര മതിയോ? ഒരുപാട് വേണ്ട. സവാള എണ്ണ നിറച്ചു. കറിവേപ്പില, പച്ചമുളകുണ്ടോ? ഓക്കെ, ഇടും. നല്ല മണം വരുന്നുണ്ട് ഇപ്പോഴേ. മല്ലിയില ഇപ്പിടണോ? മല്ലിയിലയും കൂടെ നല്ല കുനുകുനാന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ എന്റെ കാല് ഭയങ്കര മണം. അരി വെന്തു. കറിവേപ്പില ഇതിലൊക്കെ തന്നെ കിട്ടാൻ മതിയോ? മാറ്റി ഒന്നും വെക്കണ്ടല്ലേ? ഭയങ്കര മണം കേട്ടോ. എനിക്ക് വിശന്നിട്ട് കഴിയും. കുറച്ച് ഫുഡ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കിലോയെങ്കിലും കുറഞ്ഞ് കാണും. അപ്പം അധികം എണ്ണയും പിന്നെ വറുത്തതും പൊരിച്ചതൊക്കെ ഇച്ചിരി ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇച്ചിരി ഭയങ്കരമായിട്ട് ഡയറ്റിംഗ് ഒന്നല്ല, ഇച്ചിരി ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിരിയാണിക്കകത്ത് അമ്മ പറയാം അപ്പൊ അധികം എണ്ണ പൊരിച്ചൊന്നും ഇടണ്ടാന്ന്. ഓക്കെ, അതാണ്. മല്ലിയില അപ്പടിയെ തൂവി കൊടുക്കറേൻ. നെയ്യ് കുറച്ചുകൂടെ ഹെൽത്തി ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ശരിയാണെങ്കിൽ നെയ്യൊക്കെ കഴിച്ചാൽ ഒരു കുഴപ്പം വരത്തില്ല ഗൈസ്. ഈ എണ്ണയൊക്കെയാണ് പ്രശ്നം. നമ്മളത് തീന്ന് മാറ്റി ഒരു പാൻ്റെ മണ്ടയിലേക്ക് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, കാരണം ദമ്മിടാൻ പോവാണ്. സോ ദാണ്ടേ നമ്മുടെ കുട്ടനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഈ പാത്രം നല്ല അത്യാവശ്യം നല്ലൊരു അതാ. അതിന്റെ മണ്ട ഒരു ഇതിന്റെ പേരെന്താ പറയുന്നത്, ഇടിക്കല്ലൂടെ വെച്ച് കഴിയുമ്പോ ആണ്ടേ സെറ്റായിട്ട് എല്ലാം കൂടി ഇരിക്കുകയാണ്. ഞാൻ ഇതിന്റെ മണ്ടയുണ്ട്. ഇനി അത് ചൂടായി ദമ്മായിട്ട് നമുക്ക് കഴിച്ച് കാണിക്കാം. ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ച് ചൂട് ബിരിയാണി. സൈഡിൽ നിന്ന് എടുക്കാൻ വിചാരിച്ചത് നമ്മുടെ പാത്രം കുറച്ച് ചെറുതാ അതിന്റെ വിഷയം കേട്ടോ. അത് ഇതല്ലാതെ ഇതിലും വലിയൊരു നല്ല പാത്രം. ആഹാ, അപ്പൊ ഇതേ സൺഡേ ആയിട്ട് നമ്മൾ ബിരിയാണി കഴിക്കാനുള്ളതിലാണ്. ചിക്കനൊക്കെ നല്ല ചൂടാണ്.
കൊള്ളാം കേട്ടോ. ആസ് യൂഷ്വൽ എൻ്റെ അമ്മയുടെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾ എന്തോ കഴിച്ചെന്നുള്ളത് കമന്റ്സിലൂടെ പറയണം കേട്ടോ. അപ്പൊ